പണ്ട് താരകാസുരൻ എന്ന് പറയുന്ന അസുരൻ എല്ലാവരെയും ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ചിരുന്നു. താരകാസുരന് ഒരു വരദാനം ഉണ്ടായിരുന്നു. സാക്ഷാത് പരമേശ്വരനിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടിയിൽ നിന്നാണ് അയാൾക്ക് മരണമുണ്ടാവുക എന്നാണ് അയാളുടെ വരദാനം. ഇത് ദക്ഷയജ്ഞം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ദക്ഷയാഗത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതീദേവി പരമേശ്വരനെ ദക്ഷൻ അപമാനിച്ചതുകൊണ്ട് ആ ശരീരം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് തൻ്റെ ബ്രഹ്മസ്വരൂപത്തെ അതിൽ നിന്ന് എടുത്തു മാറ്റി. അങ്ങനെ ആ ശരീരത്തെ സാക്ഷാത് പരമേശ്വരൻ തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് അനേക ദിവസം ആ ക്രോധം നശിക്കാതെ നിന്നു. അങ്ങനെ വിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് അതിനെ 51 കഷ്ണമാക്കി. അത് ഭാരതത്തിൻ്റെ 51 സ്ഥലങ്ങളിലായിട്ട് വീണു. അതിനെയാണ് ശക്തിപീഠങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. പരമേശ്വരൻ്റെ ദേഷ്യം ശമിച്ചു. അദ്ദേഹം ഹിമാലയ പർവ്വതത്തിൽ ചെന്നു. ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ട് ആത്മഭാവത്തിൽ അദ്ദേഹം തപസ്സിൽ ഏർപ്പെട്ടു. യാതൊരു വിചാരങ്ങളും ഇല്ലാതെ ഏകാന്ത തപസ്വിയായിട്ട് അദ്ദേഹം തപസ് ചെയ്തു. അപ്പോൾ ദേവന്മാരൊക്കെ താരകാസുര വധത്തിന് വേണ്ടി ശിവപുത്രൻ ജനിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അതേ സമയത്ത് സതീദേവി മറ്റൊരു അവതാരം എടുത്തു, പാർവതി ആയിട്ട് അവതാരം എടുത്തു. അങ്ങനെ പരമേശ്വരനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പരമേശ്വര ശുശ്രൂഷയിൽ ഏർപ്പെട്ട് പരമേശ്വരൻ്റെ തപസ്സിൽ സഹായിച്ചുകൊണ്ട് അവിടെ ഹിമാലയത്തിൽ ദേവിയുണ്ട്. ഇവിടെയാണ് ഈ ലളിതോപാഖ്യാനം തുടങ്ങുന്നത്. അങ്ങനെ ഈ പാർവതി പരമേശ്വരന്മാർക്ക് വിവാഹം നടന്നാൽ അതിൽ ശിവകുമാരൻ ഉണ്ടാകും, ശിവകുമാരൻ ജനിക്കും. അതുകൊണ്ട് താരകാസുര വധം ഉണ്ടാകും എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും ദേവന്മാരൊക്കെ കൂടി ആലോചിച്ചു. അപ്പോൾ മന്മഥൻ വളരെ അഹങ്കാരത്തോടു കൂടി ഞാൻ പരമേശ്വരനിൽ പുഷ്പബാണങ്ങൾ തൊടുക്കാം, അതിലൂടെ പരമേശ്വരന് കാമാസക്തി ഉണ്ടാകും, അങ്ങനെ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നു. പരമേശ്വരൻ തൻ്റെ 3-ാം തൃക്കണ്ണ് തുറന്ന് ഈ കാമനെ ഭസ്മമാക്കി. കാമദേവൻ ഇല്ലാണ്ടായി, ചാരമായി. അങ്ങനെ ദേവന്മാർക്ക് സഹായിക്കാൻ വന്ന കാമദേവൻ ഭസ്മമായി തീർന്നു എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ലളിതോപാഖ്യാനം തുടങ്ങുന്നത്. ആ ദേവന്മാർക്കൊക്കെ ഒരു സങ്കടം വന്നു. എന്താ വെച്ചാൽ ദേവന്മാരെ സഹായിക്കാനാണല്ലോ ഈ മന്മഥൻ ഇതിന് ഒരുമ്പെട്ടത്, അതിങ്ങനെയായിത്തീരുന്നല്ലോ എന്ന് വിചാരിച്ച് അതിലൊരു സേനാനായകൻ ഉണ്ടായിരുന്നു. ചിത്രസേനൻ എന്നാണ് അയാളുടെ പേര് പറയുന്നത്. അയാൾ ഈ ചാരമൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു രൂപം സൃഷ്ടിച്ചു. ആ രൂപത്തിന് അത് രൂപം കണ്ടപ്പോൾ രണ്ട് രീതിയിലാണ് ഉപാഖ്യാനങ്ങളിൽ പറയുന്നത്. ചിലർ പറയും അത് മന്മഥനായിരുന്നു, ഏറ്റവും മനോഹരമായ ഒരു രൂപമാണ് ചിത്രസേനൻ സൃഷ്ടിച്ചത് എന്ന് പറയും. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ബ്രഹ്മാവ് ആ ചാരത്തിൽ നിന്നുണ്ടായ രൂപത്തെ കണ്ടു അത്രേ. എന്നിട്ട് ബ്രഹ്മാവ് പൊട്ടിച്ചിരിച്ചു. ബ്രഹ്മാവല്ല അത് സൃഷ്ടിച്ചത്, സാധാരണ സൃഷ്ടികർത്താവ് ബ്രഹ്മാവാണ്. പൊട്ടിച്ചിരിച്ചു. ഭണ്ഡ എന്ന് പറഞ്ഞു. ഭണ്ഡ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഒരു തമാശ കളിയാക്കുന്ന ഒരു ഭാഷയാണത്. ഇതൊരു വിചിത്രമായ ഒരു രൂപമാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ചിത്രസേനൻ എന്നുള്ള രീതിയിൽ ബ്രഹ്മാവ് അതിനെ കളിയാക്കി ചിരിച്ചു. എങ്കിലും ഇവരൊക്കെ ആ രൂപത്തെ കൊണ്ടുപോയി പരമേശ്വരൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. പരമേശ്വരൻ തെല്ലൊന്ന് നോക്കിയത്രേ. അങ്ങനെ അതിന് ജീവൻ വന്നു. ഓരോ ദേവന്മാരും മന്മഥനോടുള്ള സഹതാപം കൊണ്ട് അതിന്
അയാൾക്ക് അനേക രീതിയിലുള്ള വരദാനങ്ങൾ ചെയ്തു. ദേവന്മാരൊക്കെ തൻ്റെ ഛത്രം, ചാമരം, സൂര്യൻ ഒരു സാധനം അയാൾക്ക് സമ്മാനിച്ചു. നവഗ്രഹങ്ങൾ ഓരോന്ന് സമ്മാനിച്ചു. ഇന്ദ്രൻ ഐരാവതം പോലത്തെ ഒരു ആനയെ സമ്മാനിച്ചു. ഒരു മഹർഷി അദ്ദേഹത്തിന് രുദ്രമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. നീ ഇത് നിത്യം ജപിക്കണം, ജപിച്ചാൽ നിനക്ക് ഉദ്ഗതി ഉണ്ടാവും. അങ്ങനെ 60,000 കൊല്ലം അയാൾ സമൃദ്ധിയോടുകൂടി ജീവിക്കുമെന്നുള്ള ഒരു വരദാനം ഈ ഭണ്ഡന് കിട്ടി. പക്ഷേ ദേവന്മാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലാണ്ട് ഇയാൾ ഒരു ദേവകുലത്തിൽ ചേർക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു അസുരനായി തീർന്നു. കാമം നശിച്ചു, അവിടെ ക്രോധം ഉണ്ടായി എന്ന് പറയുന്ന മാതിരി ക്രോധത്തിൻ്റെ ആകൃതിയോടുകൂടി അതികോപിഷ്ഠനായ ഒരു അസുരനായിട്ട് ഭണ്ഡാസുരൻ ഉണ്ടായി. ഭണ്ഡാസുരൻ മാറി. അങ്ങനെ ദേവന്മാർക്കെല്ലാം താരകാസുരനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മറന്നു. ഇപ്പോൾ ഭണ്ഡാസുരൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായി. ദേവന്മാരുടെ വരദാനവും കിട്ടി. ഒരാൾ അയാൾക്ക് വരദാനം ചെയ്തു, നീ ആരുടെ കൂടെ യുദ്ധം ചെയ്താലും അവരുടെ പകുതി ശക്തി നിനക്ക് ഉണ്ടാവും എന്നുള്ള വരദാനമായിരുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.